ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന നീതിമാനായ യേശുക്രിസ്തുവിൻ്റെ ധന്യ നാമത്തിൽ എൻ്റെ സ്നേഹവും എൻ്റെ വന്ദനവും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. എൻ്റെ ഈ അനുഭവസാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ഇതിൻ്റെ സാഹചര്യം ഒരുക്കി തന്ന ദൈവമക്കൾക്ക് വളരെയധികം യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാനൊരു 12 വർഷം ഞാനൊരു ക്യാൻസർ രോഗിയായിരുന്നു. ഒരു കീമോ ചെയ്യാതെ, ഒരു ഓപ്പറേഷൻ ചെയ്യാതെ യേശു എന്നെ സൗഖ്യമാക്കി. അതാണ് എൻ്റെ സാക്ഷ്യം. എന്നെ സന്തോഷിപ്പിച്ച ഒരു പാട്ടിൻ്റെ ഒരു 4 വരി പാടിയതിന് ശേഷം എൻ്റെ അനുഭവത്തിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Oh Lord my God, when I in awesome wonder consider all the works thy hand hath made, as with the stars I hear the mighty thunder, thy power throughout the universe display. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. Then sings my soul, my Savior God, to thee. How great thou art, how great thou art. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ കേൾവിക്കാരായിരിക്കുന്ന എല്ലാവരുമേ, എൻ്റെ സാക്ഷ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ച് വളർന്നത്. എന്ന് വെച്ചാൽ നാമധേയമായിട്ടുള്ള ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ജനിച്ച് വളർന്നത്. പക്ഷേ എൻ്റെ അപ്പയ്ക്കും എൻ്റെ പപ്പയ്ക്കും അമ്മയ്ക്കും 8 മക്കളാണുള്ളത്. അതിൽ 8ാമത്തെ മകളായിട്ടാണ് ഞാൻ ജനിച്ചത്. കുഞ്ഞുനാളിൽ തന്നെ എൻ്റെ പപ്പയ്ക്കും എൻ്റെ മൂത്ത സഹോദരങ്ങൾക്കും വസൂരി എന്ന് പറയുന്ന രോഗം പിടിപെട്ടിട്ട് അവരുടെ മരണാവസ്ഥയിൽ ഞങ്ങളുടെ കലിയൂർ ദേശത്തായിരിക്കുന്ന ഒരു പാസ്റ്ററും കുടുംബമൊക്കെ വന്ന്, പാസ്റ്റർ സുന്ദരൻ ലേവി അവർകൾ, അവിടുത്തെ അമ്മച്ചിയൊക്കെ വന്ന് എൻ്റെ പപ്പയ്ക്കും എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുകയും അവരെല്ലാം മരണത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് അങ്ങനെ ഒരു പെന്തക്കോസ്ത് അനുഭവത്തിലോട്ട് ആയി മാറുകയും ചെയ്തു. കുഞ്ഞുനാളിൽ തൊട്ട് തന്നെ അങ്ങനെ എൻ്റെ പപ്പയും അമ്മയും ഒക്കെ എന്നെ അങ്ങനത്തെ ഒരു വിശ്വാസത്തിൽ എനിക്ക് വളരുവാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നു. സൺഡേ ക്ലാസ് പഠിക്കുകയും അതിനുശേഷം എൻ്റെ മൂത്ത സഹോദരങ്ങൾ തന്നെ എനിക്ക് ഒത്തിരി വചനങ്ങളൊക്കെ പറഞ്ഞു തരികയും എൻ്റെ ആ കുഞ്ഞുനാൾ തൊട്ടുള്ള ആ സമയങ്ങളിൽ ചിന്തകളിലെല്ലാം എപ്പോഴും യേശു എന്നുള്ള ഒരു ചിന്തയും കുഞ്ഞുനാളിൽ തന്നെ ഒത്തിരിയധികം ദർശനങ്ങളൊക്കെ കാണുകയും യേശു മേഘത്തിൽ വരുന്നതും ഒത്തിരി അങ്ങനത്തെ ദർശനങ്ങൾ കാണുകയും അങ്ങനെ വളർന്നു വന്ന പശ്ചാത്തലമാണ് എൻ്റേത്. അതിനുശേഷം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ 10ാം സ്റ്റാൻഡേർഡ് ആകുമ്പോൾ തന്നെ ഒരു ദിവസം ചർച്ചിൽ എൻ്റെ തരത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെല്ലാം അന്യഭാഷയിൽ ഇങ്ങനെ ആരാധിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നി. എനിക്കതില്ലല്ലോ എന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ മനസ്സിൽ യേശോപ്പനോട് ഇങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, യേശോപ്പ എന്നെയും അത് നിറയ്ക്കണമേ, എനിക്കും അത് വേണമെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കരമായൊരു പ്രകാശം എൻ്റെ ഇങ്ങനെ ആകാശത്ത് നിന്ന് എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ അടിക്കുകയും ആ സമയത്ത് തന്നെ ഞാൻ വളരെയധികം ശക്തിയിൽ നിറയുകയും ആ സ്വർഗീയമാകുന്ന ആ ഒരു സന്തോഷം എൻ്റെ ജീവിതത്തിൽ വരികയും അങ്ങനെ ഞാൻ അഭിഷേകം പ്രാപിക്കുകയും ചെയ്തു. അങ്ങനെ ദിവസം കടന്നുപോയി. ഒരു 17 വയസ്സ് പ്രായമൊക്കെ വരുമ്പോൾ ആ സമയത്തിന് 10ാം സ്റ്റാൻഡേർഡ് കഴിയുന്ന ആ സമയം തന്നെ ഒരു കൺവെൻഷൻ പ്രസംഗമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭവനത്തിലോട്ട് വരികയും അന്നത്തെ പ്രസംഗം എല്ലാം എന്നെ ഒത്തിരിയധികം ചിന്തിപ്പിക്കുവാനിടയായി തീർന്നു. ആ സമയത്തിലെല്ലാം ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യൻ ഏലിയാവ് എന്ന് പറയുന്ന പുസ്തകവും പാസ്റ്റർ PG വർഗീസിൻ്റെ പുസ്തകമൊക്കെ ഞാൻ ഒത്തിരിയധികം വായിക്കുന്ന സമയങ്ങളായിരുന്നു. അന്നത്തെ ദിവസം യേശുവിനോട് എന്തെന്നില്ലാത്ത ഒരു സ്നേഹം, യേശുവിനെ കുറിച്ചുള്ള ചിന്ത. അന്ന് രാത്രി ഞാൻ കിടക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കിടക്കുവാനിടയായി തീർന്നു, യേശോപ്പ എനിക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി അങ്ങ് എന്നെ വിളിച്ചുണർത്തണമേ എന്ന് ഞാൻ പറയുവാനിടയായി തീർന്നു. അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങുമ്പോൾ
ഒരു 5 മണിയൊക്കെ ആകുന്ന സമയത്ത് തന്നെ 4 മണി 5 മണിക്കിടയ്ക്ക് തന്നെ യേശുവപ്പൻ എന്നെ വിളിക്കുവാനിടയായി തീർന്നു. ആ വിളിച്ച രീതി എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ ഇപ്പോഴും അത് ചിന്തിക്കുമ്പോൾ വളരെയധികം അതിശയം തോന്നുകയാണ്. എൻ്റെ പേര് ജുനിക്ക ജോളി എന്നാണ്. പക്ഷെ അന്ന് യേശുവപ്പൻ എന്നെ വിളിച്ചത് ജോളി എന്നാണ് വിളിച്ചത്. ആ ശബ്ദമാണെങ്കിൽ ഈ പ്രപഞ്ചമെല്ലാം മാറ്റൽ കൊള്ളുന്ന ഒരു ശബ്ദത്തിൽ, ആ ഒരു ശബ്ദം ജോളി എന്ന് വിളിക്കുമ്പോൾ തന്നെ എന്തോ ഈ പ്രപഞ്ചമാകെ ഇങ്ങനെ അലയടിച്ച് ഇങ്ങനെ ഓളം പോലെ ഇങ്ങനെ ആകുന്ന ഒരു അവസ്ഥ എനിക്ക് അറിയുവാനിടയായി തീർന്നു. ആദ്യത്തെ പേര് വിളിച്ചു, രണ്ടാമത് വീണ്ടും ജോളി എന്ന് വിളിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മയോടാണ് ഞാൻ ചോദിച്ചത്, അമ്മ എന്നെ വിളിച്ചോ എന്ന് ചോദിച്ചു. ആ ശമൂവേൽ ബാലനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ 2 പ്രാവശ്യം ഞാൻ അമ്മയോട് ചോദിക്കുമ്പോൾ അമ്മ രണ്ടാമത്തെ പ്രാവശ്യം എന്നോട് അമ്മ പറഞ്ഞു, നിന്നെ ദൈവം വിളിച്ചതാ, നീ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഞാൻ അന്ന് വീണ്ടും ഞാനിത് പറയുമ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഞാൻ എഴുന്നേറ്റിരുന്ന് യേശുവപ്പനോട് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. ഓരോ ദിവസവും ഓരോ കൺവെൻഷനിലൊക്കെ ഞാൻ കടന്നു പോകുമ്പോഴെല്ലാം അവിടുത്തെ ദേവദാസന്മാർ ഇങ്ങനെ പറയാറുണ്ട്, യേശുവിന് വേണ്ടി സുവിശേഷമായി പോകുവാൻ ആര് സമർപ്പിക്കുന്നു, യേശുവിന് വേണ്ടി മരിക്കുവാൻ ആര് സമർപ്പിക്കുന്നു എന്നൊക്കെ, അവർക്ക് എഴുന്നേറ്റ് നിൽക്കാം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആദ്യം എഴുന്നേറ്റ് നിൽക്കാറുണ്ടായിരുന്നു. ഒത്തിരി അധികം യേശുവിന് വേണ്ടി ഞാൻ പൂർണ്ണമായി സമർപ്പിക്കും. യേശുവിന് വേണ്ടി മരിക്കാൻ വരെ എനിക്ക് അത്രമാത്രം ആ ദാഹത്തോടുകൂടെ, അത്രമാത്രം ഒരു ആഗ്രഹത്തോടെ ഞാൻ യേശുവിന് വേണ്ടി സമർപ്പിക്കുമായിരുന്നു. പക്ഷേ വളർന്നു വന്നു, എൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞു. പക്ഷേ യേശുവപ്പൻ അവിടെ സമർപ്പിച്ചതുപോലെ, അല്ലെങ്കിൽ യേശുവപ്പൻ എന്നെ വിളിച്ചതുപോലെ തന്നെ എനിക്ക് അതേപടി എനിക്ക് സുവിശേഷം എനിക്ക് പറയുവാനോ മറ്റുള്ളവരോട് പറയുവാനോ അതൊന്നും എനിക്ക് സാധിച്ചില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് എൻ്റെ വിവാഹം കഴിഞ്ഞ് 2ാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെ എൻ്റെ കഴുത്തിൽ ഒരു മുഴ പ്രത്യക്ഷപ്പെടുവാനിടയായി തീർന്നു. എനിക്ക് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചത് തൈറോയ്ഡാണെന്നാണ് വിചാരിച്ചേ. അങ്ങനെ തൈറോയ്ഡാണെന്ന് വിചാരിച്ചു. അങ്ങനെ കടന്നു പോകുമ്പോഴത്തേക്ക് കുറേ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് എൻ്റെ ശരീരത്തിനൊക്കെ ഒത്തിരി അസ്വസ്ഥതകളുണ്ടായിരുന്നു. ഒരു 5-6 വർഷം കഴിയുമ്പോൾ തന്നെ ഞങ്ങളുടെ ചർച്ചിലെ ജനറൽ കൺവെൻഷന് പാസ്റ്റർ എം എ വർഗീസ് പാസ്റ്റർ ഇപ്രകാരം പറഞ്ഞു, കഴുത്തിൽ മുഴയുണ്ട്, അത് തൈറോയ്ഡാണെന്ന് വിചാരിച്ചിരിക്കുകയാണ്, പക്ഷേ തൈറോയ്ഡല്ല, ക്യാൻസറാണ്, യേശു സൗഖ്യമാക്കുമെന്ന് പറയുവാനിടയായിത്തീർന്നു. ആ സമയത്താണ് ഞാൻ വിചാരിച്ചത് ഒന്ന് ചെക്കപ്പ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ആദ്യം തൈറോയിഡിൻ്റെ ചെക്കപ്പ് ചെയ്യുമ്പോൾ തൈറോയ്ഡ് നോർമലാണ്. അതിനുശേഷം നെയ്യാറ്റിൻകര ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ ഇത് ക്യാൻസർ ആണോ എന്ന് ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി എഴുതരികയും അത് ക്യാൻസർ ആയിരുന്നു. പക്ഷെ ആ സമയം തന്നെ എൻ്റെ ഉറക്കമെല്ലാം, ആ സമയങ്ങളിൽ തന്നെ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് എൻ്റെ ഉറക്കമെല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. ഒരല്പം മാത്രം ഉറങ്ങും ആ സമയങ്ങളിൽ, പിന്നെ ഉണർന്നു കിടക്കും. ഒത്തിരി എനിക്ക് നെഞ്ച് വളരെയധികം ഇങ്ങനെ നെഞ്ചിടിച്ചു കൊണ്ടേയിരിക്കും. ഒരു സൈഡിലോട്ട് കിടന്ന ഉറക്കം വരത്തില്ല, അങ്ങനെ മറു സൈഡിൽ എഴുന്നേറ്റ് കിടക്കും, പിന്നെ എഴുന്നേറ്റ് നടക്കും. ഇങ്ങനെയൊക്കെ ഒത്തിരി അവസ്ഥകൾ എനിക്കുണ്ടായിരുന്നു. ദിവസങ്ങൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശരീരമെല്ലാം ഒത്തിരി അധികം ഇങ്ങനെ ഈ അവസ്ഥകളെല്ലാം വർദ്ധിച്ചു വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ വന്നുകൊണ്ടിരുന്നു, ഒത്തിരി ദിവസങ്ങൾ അങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഈ സമയങ്ങളിലൊക്കെ ഒത്തിരി അവസ്ഥകൾ ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഇതിൻ്റെ ഈ സമയങ്ങളിലെല്ലാം തന്നെ ഞാനൊരു ജോലിക്കും കടന്നു പോകുമായിരുന്നു. LICയിൽ വർക്ക് ചെയ്തിരുന്നു. പക്ഷേ ഈ സമയത്തെല്ലാം എൻ്റെ മനസ്സിലൊരു ചിന്ത എന്നെ ഭരിച്ചുകൊണ്ടിരുന്നു. ഞാൻ സുവിശേഷത്തിന് വേണ്ടി സമർപ്പിച്ചതാണ്, എനിക്ക് അതേപടി എനിക്ക് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം എനിക്കുണ്ടായിരുന്നു. ഒത്തിരിയധികം ഞാൻ അന്യഭാഷയിൽ ആരാധിക്കും, ഒത്തിരിയധികം കർത്താവിനോട് പ്രാർത്ഥിക്കും, ആരാധിക്കും, ഇതെല്ലാം ചെയ്യും. എങ്കിലും എൻ്റെ മനസ്സിലൊരു കുറ്റബോധമുള്ളത് എന്ന് വെച്ചാൽ ഞാൻ യേശുവിന് വേണ്ടി സമർപ്പിച്ചതുപോലെ, യേശു എന്നെ വിളിച്ചതുപോലെ മറ്റുള്ളവരോട് സുവിശേഷം പറയുവാൻ എനിക്ക് പറ്റിയില്ല എന്നുള്ളൊരു കുറ്റബോധം എനിക്കുണ്ടായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. അതിൻ്റെ ദിവസങ്ങൾ ഇങ്ങനെ ഒത്തിരിയും കടന്നുപോയിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ അതിൻ്റെ അവസാനത്തെ 8 മാസം, ഈ 12 വർഷത്തിൻ്റെ അവസാനത്തെ 8 മാസം എന്ന് പറയുന്നത് വളരെയധികം സീരിയസ് ആയിട്ടുള്ള അവസ്ഥകളാണ്. ഈ 8 മാസത്തിൻ്റെ അവസാനത്തെ ദിവസം എന്ന് 8 മാസത്തിൻ്റെ ആ 8 മാസങ്ങളെന്ന് പറയുന്നത് ഞാൻ ഒരല്പം പോലും ഉറങ്ങിയിട്ടില്ല. ഉറക്കം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എൻ്റെ ഭവനത്തിലുള്ളവരൊക്കെ ഉറങ്ങുമ്പോൾ ഞാൻ ഇപ്രകാരം ചിന്തിക്കാറുണ്ട്, എങ്ങനെയാണ് ഉറക്കം വരുന്നതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ ഓരോ പ്രാവശ്യവും ഇങ്ങനെ ഓരോ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരുന്നു. എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ വളരെയധികം ശോചനീയമായിരുന്നു.
വളരെയധികം ഇങ്ങനെ, എന്നാലും എനിക്ക് ഭയങ്കരമായിട്ടുള്ള പേടിയാണ്. ഓരോ ദിവസവും ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, യേശു എൻ്റെ ക്യാൻസർ രോഗത്തെ എടുത്തു മാറ്റിയിരുന്നുവെങ്കിൽ, യേശു എന്നെ സൗഖ്യമാക്കിയിരുന്നെങ്കിൽ എനിക്കൊരു അത്ഭുത സാക്ഷിയായി, എൻ്റെ കർത്താവിൻ്റെ സാക്ഷിയായിട്ട് എനിക്ക് ഇറങ്ങാമായിരുന്നു എന്നൊക്കെ ഞാൻ ചിന്തിക്കുവാനിടയായി തീർന്നു. ഇങ്ങനെയെല്ലാം ചിന്തിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ഓപ്പറേഷൻ ചെയ്യുവാൻ താല്പര്യമില്ലായിരുന്നു. ഡോക്ടർ ചെക്കപ്പ് ചെയ്യുമ്പോൾ ക്യാൻസർ ആണെന്ന് തെളിയുന്ന ആ സമയത്ത് തന്നെ പറഞ്ഞു, ഒന്നുകിൽ ഓപ്പറേഷൻ ചെയ്യണം അല്ലെങ്കിൽ കീമോ ചെയ്യണം എന്നൊക്കെ പറയുവാനിടയായി തീർന്നു. ഭവനത്തിൽ വന്നിട്ട് അതെല്ലാം എനിക്ക് ഓപ്പറേഷൻ ചെയ്യുന്നത് അതൊരു പേടിയായിരുന്നു. കീമോ ചെയ്യുന്നതും എനിക്ക് വളരെയധികം പ്രയാസമുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കർത്താവിനെ നല്ലവണ്ണം ആരാധിച്ചു, നല്ലവണ്ണം പ്രാർത്ഥിക്കുന്നവളാണ്, ആരാധിക്കുന്നവളാണ്. എങ്കിലും എനിക്ക് കർത്താവ് വിളിക്കൊത്തവണ്ണം എനിക്ക് ചെയ്യുവാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു ഭാരം എനിക്കുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെയെങ്കിലും യേശു എന്നെ സൗഖ്യമാക്കിയെങ്കിൽ അങ്ങനെയൊക്കെ ഒരു സാക്ഷിയായി എനിക്ക് മാറാമായിരുന്നു എന്നുള്ള ചിന്ത എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ സഹോദരങ്ങളെ, ഞാനിങ്ങനെ ആയിരിക്കുന്ന ആ സമയത്ത് ആ 12 വർഷത്തിൻ്റെ അവസാനത്തെ 8 മാസം, ആ 8 മാസത്തിൻ്റെ അവസാനം എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നു. ഞാൻ ഒത്തിരിയും അധികം കാര്യങ്ങൾ എൻ്റെ കിടക്കമേൽ കിടന്ന് ഞാൻ ചിന്തിക്കുവാനിടയായി തീർന്നു. എനിക്ക് വേണ്ടപ്പെട്ടവരെല്ലാം ഈ ഭൂമുഖത്തൂടെ ഇതാ സന്തോഷത്തോടുകൂടെ നടക്കുകയാണ്. ഞാനിതാ എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്ന് യാത്ര പറയുകയാണ്. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ ഇനി കാണുവാൻ സാധിക്കുകയില്ല. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇനി അമ്മ എന്ന് വിളിക്കുവാൻ ഇനി ആരുമില്ലല്ലോ. ഇതെല്ലാം, ഈ ഭാരമെല്ലാം എൻ്റെ ഹൃദയത്തെ വളരെയധികം ഇങ്ങനെ വേദനിപ്പിച്ചു കൊണ്ടേയിരുന്നു. ആ കിടക്കമേൽ ഞാനിങ്ങനെ ഭാരത്തോടുകൂടെ ആയിരുന്നു. ഞാൻ പറഞ്ഞുവല്ലോ, ഞാൻ LIC വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി എനിക്കിങ്ങനെ LIC ജോലിക്ക് പോകുവാനോ, എൻ്റെ ഭവനത്തിന് വേണ്ടി ഇങ്ങനെ അതിൽ നിന്നുള്ള ഒരു വരുമാനം അങ്ങനെയൊന്നും എനിക്കിനി കിട്ടുകയില്ലല്ലോ എന്നിങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഇപ്രകാരം ഞാൻ അങ്ങനെ ചിന്തിച്ചു. ഭാരത്തോടെ എൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടുപിരിയുന്ന വേദനയോടും കൂടെ ഞാനിങ്ങനെ ആയിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇപ്രകാരം ഞാനിങ്ങനെ എൻ്റെ ഈ ഇടതു ഭാഗത്തുള്ള ചെവിയിൽ കൂടെ പെട്ടെന്ന് ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുവാനിടയായി തീർന്നു. യേശു രോഗികളെ സൗഖ്യമാക്കുന്നു, യേശു മരിച്ചവരെ ഉയർപ്പിക്കുന്നു എന്നുള്ള ശബ്ദം. പ്രിയപ്പെട്ട ദൈവമക്കളെ, എനിക്ക് യേശു വീണ്ടും എന്നെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കേണ്ടതായി വന്നു. യേശു രോഗികളെ സൗഖ്യമാക്കുന്നു എന്നും യേശു മരിച്ചവരെ ഉയർപ്പിക്കുന്നു എന്നുള്ള ശബ്ദം. ആ ശബ്ദം എൻ്റെ ചെവിയിൽ കൂടെ ഇങ്ങനെ കേൾക്കുന്ന ആ സമയത്ത് തന്നെ ഞാൻ ഇപ്രകാരം പ്രതിവചിക്കുവാനിടയായി തീർന്നു. യേശു എൻ്റെ ക്യാൻസർ രോഗത്തെ യേശു എടുത്തു മാറ്റുകയാണ് എങ്കിൽ, ഞാനിതാ മരിക്കുവാൻ പോകുന്നു, എന്നെ ഈ മരണത്തിൽ നിന്ന് യേശു എന്നെ കരകയറ്റുകയാണെങ്കിൽ, എന്നെ ഈ മരണത്തിൽ നിന്ന് വിടുവിക്കുകയാണെങ്കിൽ, ഇനി എത്ര ആയുസാണോ യേശു തരുന്നത് അത്രയും കാലം ഞാൻ യേശു എന്നെ സൗഖ്യമാക്കിയ കാര്യം, യേശു എൻ്റെ ക്യാൻസർ രോഗത്തെ എടുത്തു മാറ്റിയ കാര്യം, യേശു എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ച കാര്യം ഞാനൊരു ലജ്ജയും കൂടാതെ തന്നെ റോഡെന്നോ കവലയെന്നോ ചർച്ചുകളെന്നോ ഒന്നും നോക്കാതെ എവിടെയെല്ലാമോ എനിക്കത് വിളിച്ചു പറയുവാൻ സാധിക്കുമോ അതെല്ലാം ഞാൻ ഒരു ലജ്ജയും കൂടാതെ വിളിച്ചു പറയുമെന്ന് എൻ്റെ ഹൃദയത്തിൽ തീരുമാനിക്കുവാനിടയായി തീർന്നു. ആ കിടക്കമേൽ കിടന്നു തന്നെ ഞാൻ ഇപ്രകാരം ചിന്തിക്കുവാനിടയായി തീർന്നു. പിന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, അങ്ങനെ ആ കിടക്കമേലായിരിക്കുമ്പോൾ ഈ ചിന്ത എൻ്റെ ഹൃദയത്തിൽ വരുമ്പോൾ തന്നെ ഞാൻ ഇപ്രകാരം വീണ്ടും ചിന്തിച്ചു, യേശു എൻ്റെ രോഗത്തെ എടുത്തു മാറ്റി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യേശു എന്നെ സൗഖ്യമാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്രകാരം ഞാൻ വീണ്ടും ചിന്തിച്ചത്, യേശു എന്നെ സൗഖ്യമാക്കി ഞാൻ ഇപ്രകാരം വീണ്ടും ആ അവസ്ഥയിലായിരിക്കുമ്പോൾ ഇതിന് യേശുവിനോട് പറയണമല്ലോ എന്ന് ഞാൻ കരുതി. ഇതെല്ലാം യേശുവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കണമെന്നല്ല എന്ന് കരുതി ഞാൻ ആ കിടക്കമേൽ കിടന്നുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ തറയിലോട്ട് ഞാൻ മുട്ടിന്മേൽ താഴെ വീഴും പോലെ തന്നെ ആ കിടക്കമേൽ നിന്ന് താഴോട്ട് എത്തുവാനിടയായി തീർന്നു. എന്നിട്ട് മുട്ടിന്മേൽ പിടിച്ചുകൊണ്ട് ആ കിടക്കമേൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട്, മുട്ടിന്മേൽ നിന്നുകൊണ്ട് ആ കിടക്കമേൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് യേശുവേ എന്ന് ഞാൻ വിളിക്കുവാനിടയായി തീർന്നു. യേശുവേ എന്ന് വിളിക്കുന്ന സമയത്ത് തന്നെ അടുത്ത് എനിക്കൊരു വാക്ക് പറയുവാൻ പോലും പറ്റാതെ, യേശുവേ എന്ന് വിളിച്ച വായ് പിന്നെ അടയ്ക്കുവാൻ പറ്റാതെ ഞാൻ അലറി വിളിച്ച്, യേശുവേ എന്ന് വിളിച്ച് ഞാൻ അലറി വിളിച്ച് കരയുകയാണ് ചെയ്തത്. ഞാൻ അങ്ങനെ ഒത്തിരി നേരം ആ വായ് പിന്നെ അടയ്ക്കുവാൻ പറ്റുന്നില്ല, അടുത്തൊരു വാക്ക് എനിക്ക് പറയുവാൻ പറ്റുന്നില്ല. ഞാൻ ഒത്തിരിയും അലറി കരയുകയാണ്, ഒത്തിരി ഞാൻ കരയുവാനിടയായി തീർന്നു. ഒത്തിരി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരമെല്ലാം, അതുവരെയും എൻ്റെ ഭാരം ഹൃദയത്തിൽ അടക്കി വെച്ചിരുന്ന അടങ്ങാത്ത വേദന, ഒത്തിരിയുമായിരുന്നുള്ള വേദന ആ കരച്ചിലുള്ള ഒഴുകിപ്പൊയ്ക്കൊണ്ടേയിരുന്നു. ഒത്തിരി നേരം കരഞ്ഞു തീർന്നതിന് ശേഷം എൻ്റെ ഹൃദയത്തിലെ ഭാരമെല്ലാം മാറി. എൻ്റെ നാവൊന്ന് അനക്കാം, എനിക്കൊരു വാക്കുകൂടെ പറയാം എന്നുള്ള ഒരു അവസ്ഥ എനിക്ക് വരുവാനിടയായി തീർന്നു. അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്ന ആ സമയത്ത് തന്നെ ഞാൻ യേശുവപ്പനോട് ഇപ്രകാരം പറഞ്ഞു, യേശുവപ്പ, എനിക്ക് ഈ അവസ്ഥ താങ്ങുവാൻ പറ്റുന്നില്ല. എൻ്റെ ഈ ക്യാൻസർ രോഗത്തെ അങ്ങൊന്ന് സൗഖ്യമാക്കി എന്നെ ഈ മരണത്തിൽ നിന്ന് ഒന്ന് വിടുവിക്കണമേ. ഞാനിതാ മരിക്കുവാൻ പോകുന്നു, ഈ മരണത്തിൽ നിന്ന് ഒന്ന് വിടുവിച്ചാൽ ഇനി എത്ര ആയുസാണ്
ആയുഷ്കാലമാണോ എനിക്ക് അങ്ങ് തരുന്നത്, അത്രയും ആയുഷ്കാലം ഞാൻ മറ്റുള്ളവരോട് യേശു എന്നെ സൗഖ്യമാക്കിയ കാര്യം, യേശു എൻ്റെ ക്യാൻസർ രോഗത്തെ എടുത്തു മാറ്റിയ കാര്യം, യേശു എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ച കാര്യവും, സ്വർഗവും നരകവും യാഥാർത്ഥ്യമെന്നുള്ള കാര്യവും, യേശുവാണ് യഥാർത്ഥ ദൈവമെന്നുള്ള കാര്യവും ഞാൻ എവിടെയെല്ലാം അത് പറയുവാൻ പറ്റുമോ അവിടെയെല്ലാം ഒരു ലജ്ജയും കൂടാതെ തന്നെ ഞാനത് വിളിച്ചു പറഞ്ഞുകൊള്ളാമെന്ന് ഞാൻ യേശുവിനോട് പറയുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അത്രയും പറഞ്ഞു കഴിയുന്ന യേശുവിനോട് സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഞാൻ പ്രാർത്ഥന കഴിഞ്ഞു, അവിടെ നിന്ന് ഞാൻ എഴുന്നേൽക്കുവാനിടയായി തീർന്നു. അപ്പോഴെനിക്ക് സംഭവിച്ചത്, എൻ്റെ ഹൃദയത്തിൽ അതുവരെ എൻ്റെ ഭാരമായിരുന്ന ആ ഹൃദയത്തിൻ്റെ വേദനയെല്ലാം മാറിപ്പോയി. എന്തോ ഒരു ഉന്മേഷം കിട്ടിയതുപോലെയൊക്കെ എനിക്ക് തോന്നി. പക്ഷേ അന്ന് രാത്രികാലം എൻ്റെ ഭവനത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ കുടുംബം എല്ലാം ഇനി ഉറങ്ങുവാനായിട്ട് അവർ കിടക്കമേലോട്ട് പോകുന്ന ആ സമയത്ത് ഞാൻ ഇപ്രകാരം ചിന്തിച്ചു, ഉറങ്ങിയിട്ട് 8 മാസമായി, ഉറക്കം എന്താണെന്ന് അറിഞ്ഞിട്ട് 8 മാസമായി എന്ന് നടുവെങ്കിലും നിവർത്താമല്ലോ എന്ന് കരുതി ഞാൻ ചെന്ന് കിടന്നതാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ അങ്ങനെ ചെന്ന് കിടന്ന് ഒരു 5 മിനിറ്റ് ആയില്ല. 5 മിനിറ്റ് ആകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം സംഭവിക്കുവാനിടയായി തീർന്നു. പെട്ടെന്നൊരു തണുത്ത കരം എൻ്റെ ഉച്ചം തലയിൽ സ്പർശിക്കുവാനിടയായി തീർന്നു. ഒരു വലിയൊരു ഐസ് കഷ്ണം എടുത്ത് എൻ്റെ ഉച്ചം തലയിൽ ആരോ എടുത്തു വെക്കുന്നത് പോലെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ആ ഐസ്, ഞാൻ കണ്ണ് തുറന്നു തന്നെ കിടക്കുകയായിരുന്നു. ഉറങ്ങിയിട്ട് 8 മാസമായല്ലോ, ഞാൻ കണ്ണ് തുറന്നു തന്നെ കിടക്കുകയായിരുന്നു. ആ സമയത്ത് ഐസ് കഷ്ണത്തിന്റെ തണുപ്പ് എൻ്റെ തലയ്ക്കകത്തുകൂടെ ഒഴുകിയിറങ്ങുന്നത് എനിക്ക് നല്ലവണ്ണം അറിയായിരുന്നു. എൻ്റെ തലയ്ക്കകമെല്ലാം എന്തെന്നില്ലാത്ത ഒരു കുളിർമ, എന്തെന്നില്ലാത്ത ഒരു സുഖം, ആ സുഖം ഞാൻ അനുഭവിച്ചു കൊണ്ടേ കിടന്നു. അതിനുശേഷം ആ തണുപ്പ് എൻ്റെ കണ്ണുകൾക്കകത്തേക്ക് വരികയും എൻ്റെ കണ്ണിനകത്ത് AC ഫിറ്റ് ചെയ്തിരിക്കുന്നു എന്ന് തോന്നുമാറ് വളരെയധികം ഒരു അനുഭൂതി, വളരെയധികം ഒരു കുളിർമ എൻ്റെ കണ്ണുകളിൽ അനുഭവപ്പെടുകയും എൻ്റെ ആ സമയം തന്നെ 8 മാസമായി ഉറങ്ങാതിരുന്ന ഞാൻ ഉറക്കത്തിലോട്ട് വഴുതി വീഴുകയും ചെയ്തു. പെട്ടെന്ന് എൻ്റെ കണ്ണുകൾ വലിച്ചടയ്ക്കും പോലെ ഭയങ്കരമായ നല്ല സുഖമുള്ള ഉറക്കം വരികയും ഞാൻ നല്ല നേരം പുലരുവോളം സുഖമായി ഉറങ്ങുകയും ചെയ്തു. അന്നത്തെ രാത്രികാലം എൻ്റെ അവസ്ഥയെന്ന് വെച്ചാൽ, ഓരോ ദിവസത്തെ രാത്രികാലം ഒരു സൈഡിലോട്ട് കിടന്നാൽ എനിക്ക് ഉറക്കം വരികയില്ല, പിന്നെ മറു സൈഡിലോട്ട് കിടക്കും, അങ്ങനെയും ഉറക്കം വരത്തില്ല, പിന്നെ എഴുന്നേറ്റിരിക്കും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എണീറ്റ് നടക്കും, പിന്നെ രാത്രിയാമങ്ങളിൽ അങ്ങ് പുറത്തോട്ട് നോക്കും, എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങി ഓടിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്നൊക്കെ തോന്നുന്ന അവസ്ഥ. അതൊന്നും അന്ന് ഞാൻ അറിഞ്ഞില്ല. അതിനുശേഷം എൻ്റെ കൈയും കാലുമെല്ലാം തരിച്ചു വേദനിച്ചു പൊട്ടിക്കൊണ്ടേയിരിക്കും. ആ വേദന അന്ന് രാത്രി ഞാൻ അറിഞ്ഞില്ല. എൻ്റെ കണ്ണുകൾക്ക് അഹമെല്ലാം എനിക്ക് ഭയങ്കരമായിട്ടുള്ള വേദനയായിരുന്നു. ഉറങ്ങാതെ എൻ്റെ തലയെല്ലാം ഭയങ്കരമായിട്ടുള്ള അസ്വസ്ഥത, തികച്ചും ഒരു ഭ്രാന്തിയെ പോലെ ആയിപ്പോയിരുന്നു. ആ സമയങ്ങളിലെല്ലാം എൻ്റെ ശരീരമെല്ലാം വേർത്ത് ഒലിച്ചുകൊണ്ടേയിരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് അന്നത്തെ രാത്രി ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. സുഖമായി ഞാൻ ഉറങ്ങുവാനിടയായി തീർന്നു. നേരം പുലർന്ന് ഞാൻ എഴുന്നേൽക്കുന്നത് തലേ ദിവസം വരെ അനുഭവിച്ച ഒരു ക്യാൻസർ രോഗികളുടെ വേദനകളായിട്ടല്ല ഞാൻ എഴുന്നേറ്റത്. പിന്നെയോ എൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റം സംഭവിച്ചിരിക്കുന്നു. എനിക്ക് ഒത്തിരി അധികം ഉന്മേഷം എൻ്റെ ശരീരത്തിലുണ്ട്. തലേ ദിവസത്തെ യാതൊരു വിധമായ അവസ്ഥകളും എൻ്റെ ശരീരത്തിലില്ല, ഒരു വേദനകളും എൻ്റെ ശരീരത്തിലില്ല, ഒരു ക്ഷീണവും എൻ്റെ ശരീരത്തിലില്ല. എന്തൊക്കെയോ മാറ്റം സംഭവിച്ചിരിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ മാന്യ സ്നേഹിതരെ, ഞാൻ ചെക്കപ്പിനായി കടന്നു പോകുമ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ട് എൻ്റെ ശരീരത്തിലെ ക്യാൻസർ രോഗം നോർമൽ എന്നാണ്. ഹല്ലേലൂയ! ഒറ്റ നിമിഷം കൊണ്ട് യേശു എൻ്റെ ശരീരത്തിലെ ക്യാൻസർ രോഗത്തെ എടുത്തു മാറ്റുവാനിടയായി തീർന്നു. ഹല്ലേലൂയ! ആ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. യേശു എൻ്റെ ശരീരത്തിലെ ക്യാൻസർ രോഗത്തെ ഒരു നിമിഷം കൊണ്ട് അത് എടുത്തു മാറ്റുവാനിടയായി തീർന്നു. ഹല്ലേലൂയ! എന്നെ കേൾക്കുന്ന മാന്യ സ്നേഹിതരെ, നിങ്ങളും വിശ്വസിച്ചാൽ, നിങ്ങൾക്കും എന്തെങ്കിലും മാറാത്ത രോഗം നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായും ഈ യേശുവിൽ വിശ്വസിക്കൂ. യേശു നിങ്ങളുടെ രോഗത്തെ, യേശു നിങ്ങളുടെ ഏത് പ്രശ്നത്തെ ആയിരുന്നാലും വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശു നിങ്ങളെ സൗഖ്യമാക്കുവാനിടയായിത്തീരും. നിങ്ങളുടെ ഏത് പ്രശ്നത്തെയും യേശു എടുത്തു മാറ്റുവാനിടയായിത്തീരും. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുകൊള്ളട്ടെ, യേശു എന്നെ സൗഖ്യമാക്കിയത് എന്തിനാണെന്നറിയാമോ? ഞാൻ യേശുവിന് വേണ്ടി സമർപ്പിച്ചപ്പോൾ മറ്റുള്ളവരോട് സുവിശേഷം പറയുവാൻ ഞാനൊരു വാക്യം, എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം ഞാൻ വായിക്കാം. 1 കൊരിന്ത്യർ 9-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വാക്യം എന്നെ ഒത്തിരിയും അധികം പല പ്രാവശ്യവും ചിന്തിപ്പിച്ച വാക്യമാണ് ഈ വാക്യം. ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിക്കുവാൻ ഒന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു എന്ന് വെച്ചാൽ, സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ ഞാൻ സുവിശേഷം പറയുന്നു
പറയുന്നു എന്ന് കരുതി മറ്റുള്ളവരുടെ മുമ്പാകെ എനിക്ക് പ്രശംസിക്കുവാൻ ഒന്നുമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് എൻ്റെ കടമയാണ് സുവിശേഷം പറയുക എന്നുള്ളത്. എന്ന് വെച്ചാൽ യേശുവിനെ ആരൊക്കെ അറിഞ്ഞിട്ടുണ്ടോ, സ്വർഗവും നരകവും യാഥാർത്ഥ്യമെന്നും യേശു യഥാർത്ഥ ദൈവമെന്നും സ്വർഗരാജ്യത്തിലേക്ക് എത്തുവാനുള്ള ഏക വഴി യേശു മാത്രമാണെന്ന് ആരൊക്കെ അറിഞ്ഞിട്ടുണ്ടോ അവരുടെ മേലൊരു ചുമതലയും കൂടെ ഉണ്ട്, മറ്റുള്ളവരോട് സുവിശേഷം പറയുക എന്നുള്ളത്. പക്ഷേ അത് എൻ്റെ കടമയാണ്. അടുത്ത വാക്യം എന്നെ ഒത്തിരി ചിന്തിപ്പിക്കുവാനിടയായി തീർന്നു. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഈ വചനം എന്നെ ഒത്തിരിയും അധികം ചിന്തിപ്പിക്കുവാനിടയായി തീർന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം എന്നാണ്. ആ വാക്കെന്നെ ഒത്തിരിയും അധികം ചിന്തിപ്പിച്ചു. അയ്യോ കഷ്ടം എന്ന് വെച്ചാൽ നരകത്തിൽ പോകും എന്നല്ലേ അതിൻ്റെ അർത്ഥം? ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വാക്യപ്രകാരം ഞാൻ ഒത്തിരിയധികം ഓരോ ദിവസവും എൻ്റെ കർത്താവിന് വേണ്ടി എന്നെ സമർപ്പിക്കുവാനിടയായി തീർന്നു. ആ വാക്യം എന്നെ വളരെയധികം പിടിച്ചു കുലുക്കുവാനിടയായി തീർന്നു. ഈ ലോകത്തിൽ എത്രയും അധികം ആരാധിച്ചാലും, എത്രയും അധികം പ്രാർത്ഥിച്ചാലും, എത്രയധികം വിശുദ്ധിയിൽ വേർപാടിലും ജീവിച്ചാലും, പക്ഷെ അങ്ങനെ ജീവിക്കുന്നവർക്ക് ഒരു കടമ കൂടെയുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ, അനേകം പേർ നരകത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ, യേശുവിനെ അറിയാതെ ദിനം തോറും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേർ ആ നിത്യ തീയിലോട്ട് വീണുകൊണ്ടിരിക്കുമ്പോൾ അവരെ രക്ഷിക്കുവാനുള്ള ചുമതല യേശുവിനെ അറിഞ്ഞ എന്നെയും എന്നെ പോലെയുള്ള ഓരോരുത്തർക്കുമാണെന്ന് ഈ വചനത്തിലൂടെ കർത്താവ് എന്നെ ഉറപ്പിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഈ വചനപ്രകാരമാണ് ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കുവാനിടയായി തീർന്നത്. യേശു എൻ്റെ രോഗത്തെ എടുത്തു മാറ്റി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിപ്പോൾ യേശുവിന് വാക്ക് കൊടുത്തതുപോലെ തന്നെ കവലയെന്ന് നോക്കാതെ എവിടെയൊക്കെ എനിക്ക് യേശുവിനെ ഘോഷിക്കുവാൻ സമയം കിട്ടുന്നു, സ്ഥലം എനിക്ക് അതിനുള്ള സാഹചര്യം ലഭിക്കുന്നു, അവിടെ എല്ലാം പോയി ഞാൻ മൈക്രോഫോണും ബോക്സുമൊക്കെ വെച്ച് ഒരു ലജ്ജയും കൂടാതെ തന്നെ ഈ ലോകത്തോട് ഞാൻ വിളിച്ചു പറയുന്നു, യേശു യഥാർത്ഥ ദൈവമെന്നും സ്വർഗവും നരകവും യാഥാർത്ഥ്യമെന്നും ആ സ്വർഗരാജ്യത്തിൽ എത്തുവാനുള്ള ഏക വഴി യേശു മാത്രമാണെന്ന്. എനിക്ക് ഓരോ കവലകൾ തോറും എന്നെ ശുശ്രൂഷയ്ക്കായി വിളിക്കുന്ന ഭാഗങ്ങളിൽ എവിടെ പോയാലും എനിക്ക് എൻ്റെ യേശുവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ യേശു എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സുവിശേഷങ്ങളിൽ ഇപ്രകാരം പറയുന്നു, അപ്പോസ്തലന്മാർ സുവിശേഷം അറിയിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ആ സുവിശേഷത്തെ ഉറപ്പിച്ചു പോന്നതുപോലെ ഈ ഒന്നുമല്ലാത്ത ഞാൻ സുവിശേഷം പറയുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അതിനെ സത്യമെന്ന് തെളിയിച്ചു പോരുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാന്യ സഹോദരങ്ങളെ, ഞാനിത് പറയുമ്പോഴും എൻ്റെ ഹൃദയം നിങ്ങൾക്ക് വേണ്ടി, യേശുവിനെ അറിയാത്ത മക്കൾക്ക് വേണ്ടി എൻ്റെ ഹൃദയം തുടിക്കുകയാണ്. ഞാൻ നിങ്ങളോട് മാന്യമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു യഥാർത്ഥ ദൈവമാണ്, ഈ അഖിലാണ്ടത്തിന്റെ ഉടയവൻ, ഈ ആകാശത്തെ സൃഷ്ടിച്ചവൻ. ഈ ബൈബിളിന്റെ ആദ്യ ഭാഗങ്ങൾ ഇപ്രകാരം പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അതിന്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ ഇപ്രകാരം കാണുന്നു, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആകാശം ഉണ്ടായി, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സൂര്യൻ ഉണ്ടായി, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഭൂമി ഉണ്ടായി. ഇതെല്ലാം ഉണ്ടാകട്ടെ 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 എന്ന് പറഞ്ഞപ്പോൾ ദൈവം താൻ ഇതെല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇതെല്ലാം ഉണ്ടായി എന്ന് ബൈബിളിൽ പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ആ വാക്യങ്ങളെ കുറിച്ച് എനിക്ക് വളരെയധികം ചിന്തിക്കുവാനായിത്തീർന്നു. ദൈവം താൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആകാശം ഉണ്ടായി. ഹല്ലേലൂയ. ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ, ഒരു വാക്ക് പറഞ്ഞപ്പോൾ ഈ വിശാലമായ ആകാശം ഉണ്ടായി. അതിന് ശാസ്ത്രലോകം വിലയിരുത്തുന്നത് ഇപ്രകാരമാണ്, ദൈവം താൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ വായിൽ നിന്ന് വന്ന ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ വാക്ക് ഖനീഭവിച്ച് ഈ ആകാശമായി മാറി. ഹല്ലേലൂയ. അപ്പോ ദൈവം എത്ര വലിയവനാണ്. ദൈവത്തിന്റെ വായിൽ നിന്ന് വന്ന ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ വാക്ക് ഖനീഭവിച്ച്, അല്ലെങ്കിൽ ഈ വാക്കുറച്ച് ആകാശമായി മാറിയെങ്കിൽ മാറിയപ്പോൾ ആ ദൈവത്തിന്റെ വലിപ്പം എന്തുമാത്രമാണ്. നമ്മുടെ ചിന്തകളിൽ അതിനെ ഒതുക്കുവാൻ പറ്റുമോ? വീണ്ടും പറയുന്നു, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സൂര്യൻ ഉണ്ടായി. ഹല്ലേലൂയ. അതിനെ ശാസ്ത്രലോകം വിലയിരുത്തുന്നത് ഇപ്രകാരമാണ്, ദൈവം താൻ ആകാശം സൂര്യൻ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിന്റെ വായിൽ നിന്ന് വന്ന ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ വാക്ക് ഉറച്ച് അത് സൂര്യനായി മാറി. ഹല്ലേലൂയ. നമുക്കൊരു 11-12 മണിക്ക് നമുക്കൊന്ന് ആകാശത്തിലോട്ട് നേരെ നോക്കുവാൻ പറ്റുന്നില്ല. ആ സൂര്യന്റെ വളരെയധികമായ അത്യുജ്വലമായി കത്തിച്ചൊലിച്ചു കൊണ്ടിരിക്കുന്ന സൂര്യന്റെ പ്രഭ നിമിത്തം നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് അത് നേരെ നോക്കുവാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ, ആ സൂര്യനെ സൃഷ്ടിച്ച ആ ദൈവത്തിന്റെ വലിപ്പം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ ശോഭ, ദൈവത്തിന്റെ പ്രകാശം, ദൈവത്തിന്റെ പ്രഭ, ഹല്ലേലൂയ, ആ തേജസ് എന്തുമാത്രമായിരിക്കും. ആ ദൈവത്തെ നമുക്കൊന്ന് നമ്മുടെ മനസ്സിലൊന്ന് ഒതുക്കുവാൻ പറ്റുമോ? ആ ദൈവം എത്ര വലിയവനാണ്.
അതിനുശേഷം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഭൂമി ഉണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെല്ലാം ദൈവം, അതിനുശേഷം സാധാരണ ജീവജാലങ്ങളെ, സമുദ്രവും, ഇതെല്ലാം ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സൃഷ്ടിക്കുവാനിടയായി തീർന്നു. അതിൻ്റെ അവസാന ഭാഗത്ത് ഇതെല്ലാം സൃഷ്ടിച്ചതിന് ശേഷമാണ് ദൈവം താൻ മനുഷ്യനെ വാർത്തുണ്ടാക്കുവാനിടയായി തീർന്നത്. മറ്റുള്ളതിനെ എല്ലാം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സൃഷ്ടിച്ചപ്പോൾ, മനുഷ്യനെ മാത്രം, അതായത് നമ്മെ മാത്രം സൃഷ്ടിച്ചപ്പോൾ ദൈവം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞല്ല സൃഷ്ടിച്ചത്. പിന്നെയോ ദൈവം താൻ ഭൂമിയിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്ത മനുഷ്യന്റെ രൂപം ഉണ്ടാക്കി അതിന്റെ മൂക്കിൽ ജീവന്റെ ശ്വാസം ഊതുമ്പോൾ ജീവനുള്ള മനുഷ്യനായി മാറുവാനിടയായി തീർന്നു. പണ്ടെല്ലാം കാലങ്ങളിൽ എല്ലാവരും പറയാറുണ്ട്, ഇതെന്ത് മണ്ടത്തരമാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്, അവന്റെ മൂക്കിൽ മണ്ണിൽ നിന്ന് മനുഷ്യനെ എടുത്തു വന്നു. അതെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതെല്ലാം ഇന്ന് ശാസ്ത്രലോകം തെളിയിച്ചു കഴിഞ്ഞു. മനുഷ്യന്റെ ശരീരത്തിൽ ഈ ഭൂമിയിൽ എന്തെല്ലാം ഘടകങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്, അതെല്ലാമാണ് നമ്മുടെ മനുഷ്യന്റെ ശരീരത്തിലും അടങ്ങിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ മനുഷ്യനെ മണ്ണിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് എന്നത് ശാസ്ത്രലോകം പോലും അതും തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഈ സർവവും സൃഷ്ടിച്ചവനായ ദൈവം മനുഷ്യനെയും സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? ഈ നന്മകളെല്ലാം അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി. പക്ഷേയോ ഈ മനുഷ്യൻ വളർന്നു വന്നപ്പോൾ ഈ മനുഷ്യന് ഒരു ദൈവം അവൻ, അല്ലെങ്കിൽ ഈ ദൈവത്തെ അവൻ മനസ്സിൽ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ മനുഷ്യനെ ദൈവമെന്നും ചിന്തിച്ചുകൊണ്ട് ഈ മനുഷ്യൻ മറ്റുള്ളതിനെ, ഈ ദൈവം സൃഷ്ടിച്ചതിനെ പലതിനെയും ഈ മനുഷ്യൻ ആരാധിക്കുവാൻ തുടങ്ങി. സൂര്യനെയും വെള്ളത്തെയും തീനെയും ഒക്കെ ഇങ്ങനെയൊക്കെ ആരാധിക്കുമ്പോൾ ഇവനെ സൃഷ്ടിച്ചവനായ ദൈവം ഇവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവനെ സൃഷ്ടിച്ചവനായ ദൈവം മനുഷ്യനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ മനുഷ്യനിതാ ദൈവം എന്ന് പറഞ്ഞ് പലരെയും നമസ്കരിക്കുകയാണ്. ഹല്ലേലൂയ. പക്ഷേ ഇവന്റെ പോക്ക് നരകത്തിലോട്ടാണെന്ന് കണ്ടുകൊണ്ട്, അതെ നരകം യാഥാർത്ഥ്യമാണ്. ഈ മനുഷ്യനെ രക്ഷിക്കുവാൻ വേണ്ടി ഈ സർവ്വ സൃഷ്ടാവായ ദൈവം യഥാർത്ഥമായി ജഡാവതാരം എടുത്ത് വന്നതാണ് യേശു. ഈ യേശുവാണ്, ഞാൻ എന്തിനിതൊക്കെ പറഞ്ഞു, ഈ യേശുവാണ് എൻ്റെ ക്യാൻസർ രോഗത്തെ സൗഖ്യമാക്കിയത്. ഈ യേശുവാണ് ഒരു നിമിഷം കൊണ്ട് എൻ്റെ ശരീരത്തിലുണ്ടായിരുന്ന ക്യാൻസർ രോഗത്തെ ഒറ്റ നിമിഷം കൊണ്ട് എടുത്തു മാറ്റുവാനിടയായി തീർന്നത്. എന്തിനു വേണ്ടിയാണ് എടുത്തു മാറ്റിയതെന്ന് അറിയാമോ? മറ്റുള്ളവരോട് സുവിശേഷം പറയുവാൻ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഇതുവരെയും യേശുവിനെ അറിഞ്ഞിട്ടില്ലാത്ത വ്യക്തിയാണോ? നീ അത് കേൾക്കുന്നതിന് വേണ്ടിയാണ്. ഞാൻ ഇന്നേക്ക് മരിച്ചിട്ട് 8 വർഷമാകേണ്ട സമയമായി. ഞാൻ ഇന്നേക്ക് മരിച്ചിട്ട്. പക്ഷേ മാന്യ സ്നേഹിത, മാന്യ സഹോദരി, നിങ്ങളും കൂടെ ഈ സുവിശേഷം എൻ്റെ വായിൽ നിന്ന് കേൾക്കണമെന്ന് ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. അതിനാലാണ് അന്ന് എന്നെ മരണത്തിന് വിട്ടുകൊടുക്കാതെ ജീവനെ തന്ന്, എൻ്റെ ക്യാൻസർ രോഗത്തെ എടുത്തു മാറ്റി ജീവനെ തന്ന് ഈ സുവിശേഷം പറയുവാൻ തക്കവണ്ണം യേശു എന്നെ ഇന്നും ജീവനോടെ ആക്കിയിരിക്കുന്നത്. ഞാൻ ഇന്ന് ഈ ചലിക്കുന്ന നാവുകളും ജീവനുള്ള ശരീരവുമായി നിങ്ങൾ മുമ്പിൽ നിൽക്കുന്നത് യേശു തന്ന ദാനമാണ്. ഈ ജീവൻ എന്ന് പറയുന്നത് യേശു തന്ന ദാനമാണ്. ഹല്ലേലൂയ. യേശു യഥാർത്ഥ ദൈവമാണ്. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവും ഇല്ല. എന്ന് വെച്ചാൽ നമുക്ക് വിളിച്ചപേക്ഷിക്കുവാൻ കൊള്ളാകുന്ന ഒരേ ഒരു നാമം യേശു എന്ന നാമം മാത്രമാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. ഹല്ലേലൂയ. എവിടെ നിന്നാണ് നാം രക്ഷിക്കപ്പെടേണ്ടത്? എവിടെ നിന്നാണ് നാം രക്ഷപ്പെടേണ്ടത്? ആ നിത്യ നരകത്തിൽ നിന്ന് നാം ഓരോരുത്തരും രക്ഷപ്പെടേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. ഇത് പറയുമ്പോഴും എൻ്റെ ഹൃദയം വേദന കൊണ്ട് പിടയുകയാണ്. പ്രിയപ്പെട്ട മാന്യ സഹോദരങ്ങളെ, ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഒരു മനുഷ്യന്റെ ആയുസ്, അല്ലെങ്കിൽ ബൈബിളിൽ ഇപ്രകാരം പറയുന്നു, ഒരു മനുഷ്യന്റെ ആയുസ് 70 സംവത്സരം ഏറെയായാൽ 80 സംവത്സരം എന്ന്. ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, ഇങ്ങനെയൊക്കെ വിശ്വസിച്ചിരുന്നാലും ഹല്ലേലൂയ, എല്ലാ മനുഷ്യരും എല്ലാ വയസ്സിലുള്ള ആളുകളും മരിക്കുന്നില്ലയോ? ഹല്ലേലൂയ. നാളെ എന്നത് നമുക്കുള്ളതല്ല, നമുക്കുള്ളത് ഇന്നെന്ന് പറയുന്ന ഈ ഒരു ദിനം മാത്രമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. പണ്ടല്ല നാം എല്ലാവരും പറയാറുണ്ട്, നമ്മൾക്കുള്ള വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോൾ നാം പറയാറുണ്ട്, അവിടുത്തെ ചേച്ചി മരിച്ചുപോയി, ചേട്ടൻ മരിച്ചുപോയി, അവിടുത്തെ അപ്പച്ചൻ മരിച്ചുപോയി. എന്തുകൊണ്ട് മരിച്ചു എന്ന് മാത്രം പറയുന്നില്ല, മരിച്ചുപോയി മരിച്ചുപോയി എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മരിച്ചു കഴിഞ്ഞാൽ ഒരിടത്ത് പോയേ മതിയാകൂ. അത് ഒന്നുകിൽ യേശു ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ, യേശുവിനെ രക്ഷിതാവും ദൈവവുമായി അംഗീകരിച്ചിട്ടു എങ്കിൽ ആ സ്വർഗരാജ്യത്തിൽ എത്തുവാനിടയായിത്തീരും. അതില്ല എങ്കിൽ നാം ആ നിത്യനരകത്തിൽ പെട്ടുപോകുവാനിടയായിത്തീരും. മരിച്ചു കഴിഞ്ഞാൽ ഈ രണ്ടിലേതെങ്കിലും ഒരു സ്ഥലത്ത് പോയേ മതിയാവൂ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളോട് ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇതുവരെയും യേശുവിനെ രക്ഷകനും ദൈവവുമായി അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ല എന്നാണ് മറുപടിയെങ്കിൽ, ഇന്ന് തന്നെ ആ യേശുവിനെ രക്ഷകനായി അംഗീകരിക്കുവാൻ, ആ യേശുവിനെ രക്ഷകനും ദൈവവുമായി അംഗീകരിക്കുവാൻ ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം യോഹന്നാൻ 1:12 ഇപ്രകാരം പറയുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ഹല്ലേലൂയ. അവനെ കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട്, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുക. യേശു എന്ന് പറയുന്ന നാമം വലിയ നാമമാണ്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുകൊള്ളട്ടെ. യേശുവിന്റെ നാമം പറഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ 12 വർഷം കൊണ്ടുണ്ടായിരുന്ന എൻ്റെ ശരീരത്തിലെ ക്യാൻസർ രോഗം ഒരു നിമിഷം കൊണ്ട് അത് അപ്രത്യക്ഷമായി എങ്കിൽ യേശുവിന്റെ നാമം അത്ഭുത നാമമല്ലയോ? എന്നെ കേൾക്കുന്ന മാന്യ വ്യക്തിയെ, എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, നിങ്ങൾ വിശ്വസിക്കൂ, യേശുവിൽ വിശ്വസിക്കൂ. യേശുവിന്റെ നാമം അത്ഭുത നാമമാണ്. യേശു എന്ന നാമം നീ ഒന്ന് ഏറ്റു പറഞ്ഞാൽ മാത്രം മതി, നിന്റെ ശരീരത്തിൽ, നിന്റെ ജീവിതത്തിൽ അത് അത്ഭുതമായി സംഭവിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും, ആരൊക്കെ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നുവോ അവർക്കെല്ലാവർക്കും ദൈവമക്കളായി തീരുവാൻ അധികാരം കൊടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ആ ദൈവമക്കളായി തീരുവാൻ നിങ്ങൾക്ക് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എൻ്റെ വാക്കുകൾ ആ ദൈവമക്കളായി തീരുവാനുള്ള അധികാരത്തിലേക്ക് യേശു നിങ്ങളെ നയിക്കട്ടെ, പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിലുപരി ഞാൻ ഫസ്റ്റിലെ പറഞ്ഞ ഒരു വചനമുണ്ട്. യേശുവിനെ അറിഞ്ഞവർക്ക് വേണ്ടിയുള്ള ഒരു വചനമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിക്കുവാൻ ഒന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഹല്ലേലൂയ. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഹല്ലേലൂയ, യേശുവിനെ ആരാധിച്ച് വിശുദ്ധിയിലും വേർപാടിലും അനുസരിച്ച് സ്നാനമെടുത്ത് അങ്ങനെ മാനസാന്തരത്തോടെ ജീവിക്കുന്ന ദൈവമക്കൾ ഒത്തിരിയും പേർ ഈ സാക്ഷ്യം കേൾക്കുന്നുണ്ടായി. പക്ഷേ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങൾ മറ്റുള്ളവരോട് സുവിശേഷം പറയുന്നുണ്ടോ? അനേകം പേർ ഇന്ന് യേശുവിനെ അറിയാതെ, യേശു ദൈവമാണെന്ന് മനസ്സിലാക്കാതെ ഇന്ന് അനേകം പേർ ആ തീയിലോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അവനെ രക്ഷിക്കുവാനുള്ള ചുമതല നമുക്കുള്ളതാണ്. യേശുവിനെ അറിഞ്ഞ ദൈവമക്കൾക്കുള്ളതാണ് ആ ചുമതല. ഹല്ലേലൂയ. താഴോട്ട് പറയുമ്പോൾ ഇപ്രകാരം പറയുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമെന്ന്. ഹല്ലേലൂയ. സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എന്ന് വെച്ചാൽ ഞാൻ എത്രമാത്രം വിശുദ്ധിയിലും വേർപാടിലും ജീവിച്ചാലും, ഞാൻ എത്രമാത്രം ദൈവത്തെ ആരാധിച്ചാലും, എത്രമാത്രം ദൈവത്തെ സ്തുതിച്ചാലും, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവ് എന്ന് പറയുന്നത് സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ അത് ജീവിതത്തിൽ ഒരു കുറവാണ്. ഹല്ലേലൂയ. ഒരു ഉദാഹരണം ഞാൻ മറ്റുള്ളവിടത്തെല്ലാം ഞാൻ സുവിശേഷം പറയുമ്പോഴും ശുശ്രൂഷ നടത്തുമ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു കൊച്ചു കുഞ്ഞ് വലിയൊരു ആപത്തിലോട്ട് ഇഴഞ്ഞു നീങ്ങിക്കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ആ കുഞ്ഞിനറിയില്ല മുമ്പിൽ ഒരു അപകടമുണ്ടെന്ന്, അല്ലെങ്കിൽ വലിയൊരു ഗർത്തം അതിൻ്റെ ഫ്രണ്ടിലുണ്ട് എന്ന്, അല്ലെങ്കിൽ ഒരു തീക്കുനയോ മറ്റൊരു ആപത്തോ അതിനുണ്ട് എന്ന് അതിനറിയില്ല. അത് ഇഴഞ്ഞ് നീങ്ങി പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, അത് കാണുന്നതായ നമ്മൾ ആ കുഞ്ഞിനെ രക്ഷിക്കുമോ ഇല്ലയോ? ഹല്ലേലൂയ. എനിക്കറിയാം രക്ഷിക്കുമെന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും മറുപടി. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലെ ജനങ്ങൾ നരകം യാഥാർത്ഥ്യമെന്നറിയാതെ, മുമ്പിൽ ഒരു നരകമുണ്ട് എന്നറിയാതെ, യേശു യഥാർത്ഥ ദൈവമാണെന്ന് അറിയാതെ, സ്വർഗം യാഥാർത്ഥ്യമെന്ന് അറിയാതെ ഈ ജനങ്ങളെല്ലാം അറിയാതെ, ഹല്ലേലൂയ, ആ നരകത്തിന്റെ വഴിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഹല്ലേലൂയ, നമുക്കൊരു ചുമതല കൂടെയുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ആ നരകത്തിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ജനങ്ങളെ ഒന്ന് അവരോട് പറയുവാൻ, ഹല്ലേലൂയ, മുമ്പിൽ ഒരു ആപത്തുണ്ട്, അതിലോട്ട് ചെന്ന് വീഴരുതേ എന്ന് പറയുവാനുള്ള ചുമതല നമുക്കാണുള്ളത്. ഹല്ലേലൂയ. അവരെ രക്ഷിക്കുവാനുള്ള ചുമതല, അതല്ല വഴി, യേശുവാണ് വഴി എന്ന് കാണിച്ചു കൊടുക്കുവാനുള്ളത് നമ്മുടെ ചുമതലയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ ഈ അനുഭവ സാക്ഷ്യം പറയുമ്പോൾ തന്നെ, ഹല്ലേലൂയ, ദൈവം നിങ്ങളെ ഒരു സുവിശേഷ ഘോഷണത്തിന് വേണ്ടി, മറ്റുള്ളവരോട് ഒരു സുവിശേഷം പറയുവാൻ വേണ്ടി നിങ്ങൾക്ക് സമർപ്പിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പറയുന്നു. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, യേശുവിനെ, ഹല്ലേലൂയ, അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, യേശു യഥാർത്ഥ ദൈവമാണ്. ഹല്ലേലൂയ. യേശുവിന് ഒരു പ്രത്യേക മതമില്ല. ഹല്ലേലൂയ. ഈ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു മതം അല്ല. ഹല്ലേലൂയ. ഇതൊരു അനുഭവം മാത്രമാണ്. ഹല്ലേലൂയ. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. യേശു എന്ന് പറയുന്നത് യഥാർത്ഥ ദൈവമാണ്. ഹല്ലേലൂയ. സ്വർഗം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. നരകം എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. ഈ അഖിലാണ്ടത്തിന്റെ ഉടയവൻ, ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനായ ദൈവം, ഈ സൂര്യനെയും ചന്ദ്രനെയും പ്രപഞ്ചത്തെയും ഈ സമുദ്രത്തെയും എല്ലാം ഒരു വാക്കുകൊണ്ട് ഉളവാക്കിയവനായ ദൈവം, യഥാർത്ഥമായിട്ട് മനുഷ്യാവതാരം എടുത്ത് വന്നതാണ് യേശു എന്ന് പറയുന്ന ദൈവം. ഹല്ലേലൂയ.
ഈ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഈ നരകം ഇന്ന് ശാസ്ത്രലോകം പോലും നരകം അത് കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് അനേകം പേർ എനിക്ക് തന്നെ അറിയാവുന്ന പല വ്യക്തികളും ഉണ്ട്. ഹല്ലേലൂയ. മരിച്ചിട്ട് തിരിച്ച് ജീവിച്ച വ്യക്തികൾ, അവർ കണ്ടിട്ട് വന്ന സ്വർഗവും നരകവും ഒക്കെ. ഹല്ലേലൂയ. എന്തിനാണ് മരിച്ചു കഴിഞ്ഞിട്ട് ആ വ്യക്തികളെ ഇന്ന് ജീവനോടെ യേശു അവരുടെ ജീവനെ തിരിച്ചു വിടുന്നത് എന്ന് വെച്ചാൽ, അവർ എന്തിനു വേണ്ടിയാണ് ദൈവം അത് ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ, അത് കണ്ടിട്ടെങ്കിലും അത് അറിഞ്ഞിട്ടെങ്കിലും യേശു യഥാർത്ഥ ദൈവമാണെന്ന് മനസ്സിലാക്കുവാൻ, നരകവും സ്വർഗവും യാഥാർത്ഥ്യമെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് മരിച്ചിട്ട് കഴിഞ്ഞിട്ടുള്ള ചില വ്യക്തി ജീവിതങ്ങളെ തിരിച്ച് ഈ ഭൂമിയിലേക്ക് തിരിച്ചു വിടുന്നത്. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരികയാണ്. ഹല്ലേലൂയ. ഒരു ദിവസം ഞാൻ എൻ്റെ ഭവനത്തിലായിരിക്കുമ്പോൾ, ഈ ഭവനത്തിൽ ഞാൻ ജോലികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, എൻ്റെ വീട്ടിന് അടുത്തുള്ള ഒരു കുഞ്ഞ് വന്ന് എന്നോട് പറഞ്ഞു, ചേച്ചി താഴെ ഇതാ ഒരു കുഞ്ഞ് പിന്നെ ആത്മഹത്യ ചെയ്ത് അത് ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ് എന്ന് പറയുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. രാഹി എന്ന് പറയുന്ന ഒരു കുട്ടി തൂങ്ങി നിൽക്കുകയാണെന്ന് ഇങ്ങനെ പറയുവാനിടയായി തീർന്നു. ഞാൻ പെട്ടെന്ന് ആ കുഞ്ഞിനെ ഇങ്ങനെ കാണുവാൻ വേണ്ടി താഴോട്ട് ആ വീട്ടിലോട്ട് ചെല്ലുന്ന ആ സമയത്ത് തന്നെ, ഹല്ലേലൂയ, ആ ഭവനത്തിൻ്റെ ഒരുവിളെ അവിടെ എവിടെയായിട്ട് ഒത്തിരി ആളുകൾ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. അത് കണ്ടപ്പോഴെനിക്ക് മനസ്സിലായി, ഞാൻ അവസാനമാണ് അറിഞ്ഞത്, ആ ഭവനത്തിലോട്ട് ചെല്ലുമ്പോൾ ഞാൻ വളരെയധികം വേദനയോടാണ് ചെന്നത് എന്ന് വെച്ചാൽ, ആ കുഞ്ഞെന്തിനു വേണ്ടി അങ്ങനെ ചെയ്തു എന്നൊക്കെ. എന്നിട്ട് ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, ദൈവമേ ആ കുഞ്ഞ് ജീവിക്കണമെന്ന് വിചാരിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആ ഭവനത്തിന്റെ സിറ്റ് ഔട്ടിലോട്ട് കാല് വെക്കുമ്പോൾ തന്നെ വലിയൊരു അഭിഷേകം എൻ്റെ ശരീരത്തിലൂടെ ഇറങ്ങുവാനിടയായി തീർന്നു. ആ സമയത്ത് ഞാൻ യേശുവിന് വാക്കുകൊടുത്ത്, യേശുവേ ഞാനിന്ന് പറയും, യേശുവിൻ്റെ നാമത്തിൽ ജീവിക്ക എന്ന് ഞാനത് പറയുമെന്ന് പറയുവാനിടയായി തീർന്നു. പെട്ടെന്ന് ഞാൻ അങ്ങനെ അകത്തോട്ട് ചെന്നിട്ട് ആ വാതിൽ അകത്ത് നിന്ന് പൂട്ടിയിരിക്കുകയാണ്. ഞാൻ അങ്ങനെ ചെയ്ത കുട്ടികൾ അകത്ത് ഭയങ്കരമായിട്ട് നിലവിളി കേൾക്കുന്നുണ്ട്. ആ ജനലിൽ കൂടെ ഞാൻ നോക്കിയിട്ട് ഇപ്രകാരം പറഞ്ഞു, ചേച്ചി ഒന്ന് വാതിൽ തുറക്കാമെന്ന് ചോദിച്ചപ്പോൾ ആ ചേച്ചി ഇപ്രകാരം പറഞ്ഞു, ഇല്ല ജോളി, ഇവൾ ഈ ലോക്ക് ചെയ്തിട്ട് താക്കോല് എവിടെയോ എടുത്ത് ഒളിച്ചു വെച്ചിട്ടാണ് ഇവൾ ചെയ്തത് എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഞാൻ ആ ഗ്രില്ലിൽ കൂടെ നോക്കുമ്പോൾ ആ തറയിൽ ഇങ്ങനെ വിരിച്ചിരിക്കുകയാണ്. എൻ്റെ മനസ്സിൽ അതിൻ്റെ അടിയിൽ താക്കോലുണ്ട് എന്ന് എൻ്റെ ഹൃദയത്തിൽ തോന്നുവാനിടയായി തീർന്നു. പെട്ടെന്ന് ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ആ മേറ്റൊന്ന് പൊക്കി നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആ ചേച്ചി ആ മേറ്റ് പൊക്കി നോക്കുമ്പോൾ തന്നെ അതിൽ താക്കോലുണ്ടായിരുന്നു. ചേച്ചി എനിക്ക് വാതിൽ തുറന്നു തരുവാനിടയായി തീർന്നു. വീണ്ടും ഞാൻ വീണ്ടും എൻ്റെ ശരീരത്തിൽ ആ അഭിഷേകം ഭയങ്കരമായ ശക്തി ഇറങ്ങിക്കൊണ്ടിരുന്നു. വീണ്ടും ഞാൻ യേശുവിന് വാക്ക് കൊടുത്തു, ഞാനത് പറയുമെന്ന്. എന്ന് വെച്ചാൽ പലപ്പോഴും പല കുഞ്ഞുങ്ങളും പല സ്ഥലങ്ങളിലും മരണ വീടുകളിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടത്തിൽ എൻ്റെ ഹൃദയത്തിൽ ഒരു വാഞ്ചയുണ്ട്, ദൈവമേ ഈ കുട്ടി ജീവിച്ചുവെങ്കിൽ, ദൈവമേ പിതാവ് ജീവിച്ചുവെങ്കിൽ, യേശുവിൻ്റെ നാമത്തിൽ ജീവിച്ചുവെങ്കിൽ യേശുവിൻ്റെ നാമം ഉയരുമായിരുന്നല്ലോ. ഹല്ലേലൂയ. യേശു ജീവിക്കുന്ന ദൈവമെന്ന് ഈ ജനങ്ങളെല്ലാം മനസ്സിലാക്കുമായിരുന്നല്ലോ എന്ന് ചിന്തിക്കുവാനായിത്തീരും. ആ സമയത്തെല്ലാം എൻ്റെ ശരീരത്തിൽ ഭയങ്കരമായ ശക്തി ഇറങ്ങും. പക്ഷേ അയ്യോ അത് ചെയ്തില്ലെങ്കിലും എനിക്ക് ഒരു അവിശ്വാസം കയറി വരും, ഞാനത് പറയുകയില്ല. പക്ഷെ അന്ന് ഞാൻ യേശുവിന് വാക്ക് കൊടുത്തു. ഞാൻ അകത്തേക്ക് ചെന്നപ്പോൾ ആ കുഞ്ഞിനെ കട്ടിൽ മേലിങ്ങനെ കിടത്തിയിരിക്കുകയാണ്. ഒത്തിരി പേര് അതിൻ്റെ നെഞ്ചെല്ലാം ഇങ്ങനെ തടകുന്നു. അവിടെ ഇരുന്നവരെല്ലാം ഇങ്ങനെ കരയുകയാണ്. ഞാൻ ഒരു നിമിഷം അങ്ങനെ നിന്നിട്ട് ഞാൻ ഇപ്രകാരം പറഞ്ഞു, നമുക്ക് ഈ രാഹിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുവാനിടയായി തീർന്നു. അവിടെ നിന്നവരെല്ലാവരും സമ്മതിച്ചു, പ്രാർത്ഥിക്കാമെന്ന് കരുതി ഞാനിങ്ങനെ പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു. പ്രാർത്ഥിക്കുവാൻ കണ്ണടച്ച് രാഖിക്ക് വേണ്ടി ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ആ കുഞ്ഞിൻ്റെ ഒരു അവസ്ഥ കർത്താവ് എനിക്ക് കാണിച്ചു തരുവാനിടയായി തീർന്നു. ഈ ഹാർട്ടിൻ്റെ പോലെ ഒരു സീറോ പോലെ ഒരു ഭാഗം ഇങ്ങനെ എനിക്ക് അത്രയും ഹാർട്ട് അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവിടെ ചെല്ലുന്ന ആ സമയത്ത് തന്നെ ആ കുഞ്ഞിൻ്റെ അമ്മ എൻ്റെ കൈ പിടിച്ച് ആ കുഞ്ഞിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞു, ജോളി എൻ്റെ കുഞ്ഞിൻ്റെ ശരീരമെല്ലാം ഇങ്ങനെ മരവിച്ചു പോയി, ഐസ് പോലെ ആയിപ്പോയി. ഞാൻ തൊടുമ്പോഴെല്ലാം ആ ശരീരമെല്ലാം ഐസ് പോലെ ആയി പോകുവാനിടയായി തീർന്നു. പല്ലെല്ലാം ഇങ്ങനെ ചേർന്ന് ഒരു അനക്കവുമില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ്. ശരീരമെല്ലാം ആ ഐസ് പോലെ ഇഴിഞ്ഞു. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഞാൻ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഹാർട്ടിൻ്റെ ഒരു അവസ്ഥ എനിക്ക് വെളിപ്പെടുത്തി തരുവാനിടയായി തീർന്നു. ഞാൻ ആ സമയത്ത് തന്നെ യേശുവിൻ്റെ നാമത്തിൽ ഹാർട്ടിൻ്റെ ബ്ലോക്ക് മാറിപ്പോകട്ടെ, യേശുവിൻ്റെ നാമത്തിൽ ജീവിക്ക എന്ന് ഞാൻ ശക്തമായി യേശുവിൻ്റെ നാമത്തിൽ ആ പറയുമ്പോൾ തന്നെ ആ കുട്ടി അമ്മ എന്ന് വിളിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഞാൻ എന്തുകൊണ്ട് ഇത് പറയുന്നു എന്ന് വെച്ചാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും മറ്റൊരു ഇതൊക്കെ ചെയ്യുവാനായിട്ട് മടിയാണ്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അവിശ്വാസമാണ്. ഇങ്ങനെ ചെയ്താൽ, ഇങ്ങനെ പറഞ്ഞാൽ സാധിക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ അത് സംഭവിച്ചില്ല എങ്കിൽ നാണക്കേടല്ലേ എന്നൊക്കെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിൽ എഴുതിയിരിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകുന്നു എന്ന് മാത്രമല്ല, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഭൂതങ്ങൾ മാറിപ്പോകുന്നു
എന്ന് മാത്രമല്ല, കുഷ്ഠരോഗികൾ ശുദ്ധരാകുന്നു എന്ന് മാത്രമല്ല, അതിൽ കൂടെ മറ്റൊരു കാര്യം കൂടെ എഴുതിയിട്ടുണ്ട്, മരിച്ചവർ ജീവിക്കുന്നു. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ ഹൃദയം തുടിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മളല്ലല്ലോ അത് ചെയ്യുന്നത്. രോഗികൾ സൗഖ്യമാകുന്നത് യേശുവാണ് അവരെ സൗഖ്യമാക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകാ എന്ന് പറയുമ്പോൾ യേശുവാണ് അവരെ സൗഖ്യമാക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ പിശാചിനോട് മാറിപ്പോകുവാൻ പറയുമ്പോൾ ആ ദൈവത്തിലുള്ള ശക്തി കണ്ടിട്ടാണ് ആ പിശാച് ഓടിപ്പോകുന്നത്. യേശുവിന്റെ നാമത്തിലാണ് അത് മാറിപ്പോകുന്നത്. കുഷ്ഠരോഗികൾ ശുദ്ധമാകാ എന്ന് പറയുമ്പോൾ അത് യേശുവിന്റെ നാമത്തിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മരിച്ചവരോട് ജീവിക്കുക എന്ന് പറയുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, നമ്മളല്ല, അത് യേശുവാണ് ചെയ്യുന്നത്. കർത്താവിന് മധ്യസ്ഥനായ ഒരാളെ ആവശ്യമാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പറയുവാൻ ഒരാളെ ആവശ്യമാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന സുവിശേഷകരെ, എന്നെ കേൾക്കുന്ന അല്ലെങ്കിൽ സുവിശേഷ വേല ചെയ്യുന്ന കർത്താവിന്റെ വേലയുടെ മുഖത്തായിരിക്കുന്നവരെ, യേശുവിനെ അറിഞ്ഞ മാന്യ വ്യക്തികളെ, നിങ്ങൾ വിശ്വസിക്കൂ. യേശുവിന്റെ നാമത്തിൽ ഈ എല്ലാ അടയാളങ്ങളും നടക്കുവാനിടയായി തീരും. വിശ്വസിച്ചുകൊണ്ട് പറയുക മാത്രം ചെയ്യുക. ഇത് അന്ത്യകാലമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു അത് ചെയ്യും. നാം വിശ്വസിക്കുക. നാം അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് യേശുവിന്റെ നാമത്തിൽ നാം നടക്കുന്നത്? നാം വിശ്വാസത്താൽ നിറഞ്ഞവരായി മാറുക. ഈ അന്ത്യകാലത്ത് യേശുവിന്റെ നാമം നമുക്ക് ഈ ലോകം മൊത്തമായി ഉയർത്താം. ഹല്ലേലൂയ. യേശു വലിയ ദൈവമാണെന്ന് ഈ ലോക ജനത അറിയട്ടെ. നരകം യാഥാർത്ഥ്യമാണെന്ന് ഈ ലോക ജനത അറിയട്ടെ. സ്വർഗം യാഥാർത്ഥ്യമെന്ന് ഈ ലോക ജനത അറിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാനിത് പറയുമ്പോൾ ഹല്ലേലൂയ, ഈ ജനത്തോട് ഞാനൊന്ന് പറയട്ടെ. ഹല്ലേലൂയ. യേശു നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത്? ഈ സർവവും സൃഷ്ടിച്ചവനായ ദൈവം, ഹല്ലേലൂയ, ഈ ആകാശത്തെ, ഈ സൂര്യനെ, ഈ ചന്ദ്രനെ, ഈ നക്ഷത്രങ്ങളെ, ഇതെല്ലാം ഉണ്ടാക്കിയവനായ ദൈവം ജഡാവതാരം എടുത്തു വന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേഷത്തിൽ അതേ മനുഷ്യനായി ഇറങ്ങി വരുവാനിടയായി തീർന്നു. എന്തിനു വേണ്ടിയാണ് ഇറങ്ങി വരുന്നതെന്ന് അറിയാമോ? നമ്മെ ആ സ്വർഗരാജ്യത്തിൽ എത്തിക്കുവാൻ വേണ്ടി, നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങളെ എല്ലാം വഹിച്ചുകൊണ്ട്, ഹല്ലേലൂയ, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി യാഗമായി തീരുവാനാണ് യേശുപ്പൻ നമുക്ക് വേണ്ടി ഇറങ്ങി വരുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ. യേശു ഒരു പ്രത്യേക ജാതിയെ വിളിക്കുവാനല്ല വന്നത്, പ്രത്യേക മതമോ, ഇതൊന്നും യേശുവിനില്ല. ഈ ലോകത്തിലെ സകല ജനങ്ങളും യേശുവിന്റെ വകയാണ്. ഈ സകല ജനങ്ങളും ആ ഒരു ദൈവത്തിന്റെ വകയാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിൽ ഹല്ലേലൂയ വിശ്വസിക്കാം നമുക്ക്. ഹല്ലേലൂയ. യേശു നമുക്ക് വേണ്ടി തന്റെ അവസാനത്തെ തുള്ളി രക്തം പോലും നമുക്ക് വേണ്ടി അവൻ ഒഴുക്കുവാനിടയായി തീർന്നു. അവസാനത്തെ തുള്ളി ചോര പോലും നമുക്ക് വേണ്ടി ഒഴുക്കി കാൽവരി കുരിശി നമുക്ക് വേണ്ടി യാഗമായി തീരുവാനിടയായി തീർന്നു. നമ്മുടെ സകല പാപത്തെയും, ഹല്ലേലൂയ, നമ്മുടെ സകല രോഗത്തെയും അവൻ ക്രൂശിന്മേൽ വഹിക്കുവാനിടയായി തീർന്നു. കർത്താവിന്റെ വചനം ഇപ്രകാരം പറയുന്നു, യേശുവിന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. ആ വചനപ്രകാരമാണ് എന്നെ യേശു സൗഖ്യമാക്കുവാനിടയായി തീർന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു രോഗികളെ സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. യേശു നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ യാഗമായി. യേശു നമുക്ക് വേണ്ടി, ഹല്ലേലൂയ, ഹല്ലേലൂയ, നിന്ദകളും പരിഹാസങ്ങളും, ഹല്ലേലൂയ, ചമ്മട്ടിയാലുള്ള അടിയും എല്ലാം ഏറ്റ്, ഹല്ലേലൂയ, നമുക്ക് വേണ്ടി യേശു ക്രിസ്തു ആ പാപവും ചുമന്നുകൊണ്ട് നമുക്ക് വേണ്ടി മരിക്കുവാനിടയായി തീർന്നു. നമ്മുടെ ദൈവം മരിച്ചതുപോലെ തീർന്ന ദൈവമല്ല. ഹല്ലേലൂയ. മരണത്തെയും പാതാളത്തെയും എല്ലാം ജയിച്ചുകൊണ്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റവനാണ് നമ്മുടെ യേശു. ആ യേശു ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മാന്യ സ്നേഹിതരെ, ഞാൻ നിങ്ങളോട് പറയട്ടെ, ഇതുവരെയും യേശുവിനെ രക്ഷകനും ദൈവവുമായിട്ട് അംഗീകരിച്ചിട്ടില്ലാത്തവർ ആരെങ്കിലും എന്നെ കേൾക്കുന്നു എങ്കിൽ, ഹല്ലേലൂയ, ഇന്ന് തന്നെ യേശുവിന് വേണ്ടി സമർപ്പിക്കണമേ. ഹല്ലേലൂയ. ഇന്ന് തന്നെ യേശുവിന് വേണ്ടി സമർപ്പിക്കണമേ. ഹല്ലേലൂയ. ആകാശത്തിനും ഭൂമിക്കും നാഥനായ ദൈവം, കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വസിക്കാത്തവനായ ദൈവം വസിക്കുന്ന ഒരിടമുണ്ട്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആ കുഞ്ഞു ഹൃദയത്തിൽ യേശു വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നാം എല്ലാവരും ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന് വസിക്കുവാനുള്ള ഇടമാണ് നമ്മുടെ ഹൃദയം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഹൃദയം ഇന്ന് യേശുവിന് വേണ്ടി സമർപ്പിക്കാമോ? യേശുപ്പൻ ആ ഹൃദയത്തിന്റെ വാതിൽക്ക് നിന്ന് മുട്ടി വിളിക്കുകയാണ്. ഹല്ലേലൂയ.